ഹായ്, ഇന്നൊരു ഫിഷ് കുറുമ ഉണ്ടാക്കിയാലോ? തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു അടിപൊളി മീൻ കുറുമ. ഇതിനായി ഞാൻ ഒരു 10 കഷ്ണം കേരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് വെജിറ്റബിൾസ് വേണം. അതിന് ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു തക്കാളി, പിന്നെ കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, 5-6 പച്ചമുളക്, കറിവേപ്പില, മുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 ഇഞ്ച് അല്ലി വെളുത്തുള്ളി ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് നമുക്ക് വെജിറ്റബിൾസിലൊക്കെ ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിപ്പിച്ചെടുക്കാം. ഇനി തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറിയില്ല കുറച്ച് തേങ്ങ എടുത്ത് മിക്സിയിട്ട് അരച്ച് പാലാക്കി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്യാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. മീനൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇനി കുറച്ച് സമയം മൂടി വെച്ച് വേവിപ്പിച്ചെടുക്കണം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് കുറുമ റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് സമയം കൂടി നമുക്ക് വേവിപ്പിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് വേണ്ടിക്ക് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. ഫിഷ് കുറുമ ഒരു വെറൈറ്റി ഫിഷ് കറി വേണ്ടവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രൊഫൈലൊന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. താങ്ക് യു.